പുതിയ നിയമത്തിലെ 19ാമത്തെ പുസ്തകമാണ് എബ്രായർക്കെഴുതിയ ലേഖനം. ഉപദേശപരമായും സാഹിത്യപരമായും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ലേഖനമാണ്. ലേവ്യ വ്യവസ്ഥയിൽ നിന്നും ക്രമീകരണത്തിൽ നിന്നും ക്രൈസ്തവ ഉപദേശത്തിലേക്കും വിശ്വാസത്തിലേക്കുമുള്ള മാറ്റത്തെ വ്യാഖ്യാനിക്കുകയും വിശദമാക്കുകയും ചെയ്യുന്ന ലേഖനമാണിത്. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമെന്നും പഴയ നിയമ പൂരകമെന്നും എബ്രായ ലേഖനത്തെ വിളിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആളത്വവും വേലയും അനുപമമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഉത്തമമായ കാര്യങ്ങളുടെ പുസ്തകമാണ് എബ്രായ ലേഖനം. വിശേഷതയേറിയ എന്ന പ്രയോഗം ഈ ലേഖനത്തിൽ 13 സ്ഥാനങ്ങളിലുണ്ട്. 1-4, 6-9, 7-7, 19, 22, 8-6, 2 പ്രാവശ്യം, 9-23, 10-34, 11-16, 35, 40 എന്നീ വാക്യങ്ങളിൽ. എബ്രായ ലേഖനത്തിൻ്റെ കാനോനികതയെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം. പൗരസ്ത്യ സഭ പൗലോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും തന്മൂലം എബ്രായ ലേഖനത്തിൻ്റെ കാനോനികത അംഗീകരിക്കുകയും ചെയ്തു. ഈ ലേഖനത്തെ കാനോനികമായി അംഗീകരിക്കുവാൻ കൂടുതൽ മടി കാണിച്ചത് പാശ്ചാത്യ സഭയാണ്. ലേഖനകർത്താവ് പൗലോസാണെന്ന പരമ്പരാഗത വിശ്വാസത്തെ അവർ സ്വീകരിച്ചിരുന്നില്ല. ചില പാശ്ചാത്യ സഭാപിതാക്കന്മാർ, റോമിലെ ക്ലെമൻ്റ്, തെർത്തുല്യൻ എന്നിവരൊക്കെ ഈ ലേഖനം ഉപയോഗിച്ചിരുന്നു. എങ്കിലും ജെറോമിൻ്റെയും അഗസ്റ്റിൻ്റെയും കാലം വരെ അതിന് കാനോനിക പദവി നൽകിയില്ല. പാശ്ചാത്യ സഭകളിൽ കാനോനിക പ്രശ്നത്തിന് അന്തിമ വാക്ക് നൽകിയത് ജെറോമും അഗസ്റ്റിനുമായിരുന്നു. മാർസിയോൻ്റെ കാനോനിൽ എബ്രായ ലേഖനമില്ല. എബ്രായ ലേഖനത്തിലെ ഉപദേശം മാർസിയന് അരോചകമായതാണ് കാരണം. മൊറേറ്റോറിയൻ കാനോനിലും ഈ ലേഖനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രസ്തുത കാനോൻ പൂർണ്ണ രൂപത്തിൽ ലഭിച്ചിട്ടില്ലെന്നത് സൂചനാർഹമാണ്. ചെസ്റ്റർ ബി.ടി. പാപ്പറസിൽ എബ്രായ ലേഖനം പൗലോസിൻ്റേതായി അംഗീകരിച്ച് റോമാലേഖനത്തിന് ശേഷം ചേർത്തിരിക്കുകയാണ്. അനേകം കൈയെഴുത്തു പ്രതികളിലും ഈ ലേഖനത്തിൻ്റെ സ്ഥാനം ഇടയ ലേഖനങ്ങൾക്ക് മുമ്പും 2 തെസ്സലോനിക്കർക്ക് ശേഷവും ആണ്. എബ്രായ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. എബ്രായ ലേഖനത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്നില്ല. എഴുത്തുകാരൻ തൻ്റെ പേര് ലേഖനത്തോട് അനുബന്ധിച്ചിട്ടില്ല. എഴുത്തുകാരൻ്റെ പേര് ചേർത്തിട്ടില്ലാത്ത മറ്റൊരു ലേഖനം പുതിയ നിയമത്തിലുള്ളത് 1 യോഹന്നാനാണ്. എബ്രായ ലേഖനകർത്താവ് ആരെന്നത് AD 1-ാം നൂറ്റാണ്ട് മുതൽ ചർച്ചാ വിഷയമാണ്. കാനോനികതയുടെ പ്രശ്നം നിമിത്തം ആദിമസഭ ഗ്രന്ഥകർത്തൃത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിരുന്നു. പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് അപ്പോസ്തലനായ പൗലോസാണ് എബ്രായ ലേഖനകർത്താവ്. ഈ വിശ്വാസം പലരും പുലർത്തിയിരുന്നതായി ഒറിജൻ പ്രസ്താവിക്കുന്നുമുണ്ട്. അലക്സാൻഡ്രിയയിലെ ക്ലെമൻ്റ് ഈ അഭിപ്രായക്കാരനായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ലേഖനം വിവർത്തനം ചെയ്തത് ലൂക്കോസ് ആണെന്ന് പന്തേനൂസിൽ നിന്ന് താൻ മനസ്സിലാക്കിയതായി അലക്സാൻഡ്രിയയിലെ ക്ലെമൻ്റ് പറഞ്ഞിട്ടുണ്ട്. റോമിലെ ക്ലെമൻ്റ് എഴുതിയെന്ന് ചിലരും ലൂക്കോസ് എഴുതിയെന്ന് മറ്റു ചിലരും പറയുന്നതായി ഒറിജൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഒറിജൻ്റെ അഭിപ്രായത്തിൽ ചിന്ത പൗലോസിൻ്റേതാണെങ്കിലും വാക്കുകൾ അദ്ദേഹത്തിൻ്റേതല്ല. ഈ ലേഖനം ആരെഴുതിയെന്ന് ദൈവം മാത്രമേ അറിയുന്നുള്ളൂ എന്നതായിരുന്നു ഒറിജൻ്റെ സുചിന്തിതമായ ഒരഭിപ്രായം. നവീകരണകാലം വരെ പൗലോസിൻ്റെ കർത്തൃത്വം ചോദ്യം ചെയ്യപ്പെട്ടില്ല. നവീകരണകാലത്ത് ഇറാസ്മസും മാർട്ടിൻ ലൂഥറും കാൽവിനും പൗലോസിൻ്റെ കർത്തൃത്വത്തെ നിഷേധിച്ചു. പൗലോസിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ ഇവയൊക്കെയാണ്. 1. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ എബ്രായ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ ഗ്രന്ഥകർത്താവിൻ്റെ പേരും വന്ദനവും കാണുന്നില്ല. 2. എബ്രായ ലേഖനകാരന് സുവിശേഷം ഉറപ്പിച്ച് കൊടുത്തത് കേട്ടവരാണ്. 2-4. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ നിന്നത്രേ. ഗലാത്യർ 1:1, 12 വാക്യങ്ങൾ. 3. ഈ ലേഖനത്തിൻ്റെ ശൈലി പരിഷ്കൃതവും നൈരന്തര്യമുള്ളതുമാണ്.
പൗലോസിൻ്റെ ശൈലിയെപ്പോലെ ഇടമുറിയുന്നതല്ല. 4. പദസഞ്ചയം, അലങ്കാരങ്ങൾ, വാദരീതി എന്നിവ ഫിലോയുടെ സ്വാധീനത വ്യക്തമാക്കുന്നു. തർശീശുകാരനും യെരുശലേമിൽ അഭ്യസിച്ചവനുമായ പൗലോസിന് ഈ പശ്ചാത്തലമില്ല. 5. എബ്രായ ലേഖനകാരനും പൗലോസും പഴയ നിയമം ധാരാളമായി ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഉദ്ധരണികളുടെ അവതരണം വ്യത്യസ്തമാണ്. താഴെ പറയുന്ന അവതരണ വാക്യങ്ങളാണ് പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. എഴുതിയിരിക്കുന്നത് പോലെ 19 പ്രാവശ്യം, എഴുതിയിരിക്കുന്നു 10 പ്രാവശ്യം, തിരുവെഴുത്ത് പറയുന്നു 6 പ്രാവശ്യം, തിരുവെഴുത്ത് മുൻകൂട്ടി സദ്വർത്തമാനം ഘോഷിക്കുന്നു 1 പ്രാവശ്യം. ഇമാതിരി പ്രയോഗങ്ങളൊക്കെ എബ്രായ ലേഖനത്തിലില്ല. ഉദ്ധരണികളുടെ വിഷയത്തിന് പൗലോസ് ഊന്നൽ നൽകുമ്പോൾ എബ്രായ ലേഖനകാരൻ ഊന്നൽ നൽകുന്നത് വക്താവിനാണ്. ദൈവം, ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്നിങ്ങനെ കർത്തൃവിവക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു. 6. പൗലോസ് പഴയ നിയമം ഉദ്ധരിക്കുന്നത് എബ്രായ ബൈബിളിൽ നിന്നും സെപ്റ്റുവജൻ്റിൽ നിന്നുമാണ്. എബ്രായ ലേഖനകാരൻ സെപ്റ്റുവജൻ്റിൽ നിന്നും മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. ലേഖനകർത്താവ് അലക്സാണ്ട്രിയക്കാരനാണെന്ന് ഇത് തെളിയിക്കുകയാണ്. 7. യേശുവിൻ്റെ മരണം, പുനരുത്ഥാനം എന്നിവയ്ക്ക് പൗലോസ് ഊന്നൽ നൽകുമ്പോൾ എബ്രായ ലേഖനം ഊന്നൽ നൽകുന്നത് ക്രിസ്തുവിൻ്റെ സ്വർഗീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കാണ്. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെപ്പറ്റി പൗലോസ് പരാമർശിക്കുന്നതേയില്ല. പുതിയ നിയമത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഏറെ പറയുന്നുമുണ്ട്. എന്നാൽ ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം, വിശ്വാസിക്ക് ക്രിസ്തുവിനോടുള്ള ഏകീഭാവം എന്നിങ്ങനെയുള്ള പൗലോസിൻ്റെ പ്രമുഖ വിഷയങ്ങൾ എബ്രായ ലേഖനത്തിൽ കാണുന്നില്ല. എബ്രായ ലേഖനകർത്താവ് അപ്പൊല്ലോസ് ആണെന്ന് മാർട്ടിൻ ലൂഥർ കരുതി. പിൽക്കാലത്ത് പലരും ഈ വാദത്തെ അനുകൂലിച്ചു. അലക്സാണ്ട്രിയൻ പശ്ചാത്തലത്തെ അനുകൂലിക്കുന്നവർ അപ്പൊല്ലോസിൻ്റെ കർത്തൃത്വത്തിന് ഊന്നൽ നൽകുന്നു. പ്രധാന ചില വാദമുഖങ്ങൾ ഞാൻ പറയാം. 1. അപ്പൊല്ലോസിന് പൗലോസുമായുള്ള പരിചയം. 2. അലക്സാണ്ട്രിയയുമായുള്ള ബന്ധം. 3. തിരുവെഴുത്തുകളിലെ അഗാധ പാണ്ഡിത്യം. അപ്പോസ്തലപ്രവർത്തികൾ 18, 24, 25. എബ്രായ ലേഖനത്തിൽ സെപ്റ്റുവജൻ്റിൽ നിന്നും ഉദ്ധരിക്കുന്നത് ഇതിന് തെളിവാണ്. 4. പ്രഭാഷണ പടുത്വം. 5. തിമോത്തിയോസുമായുള്ള ബന്ധം. 6. സഭകളിലുള്ള സ്വാധീനത. എബ്രായ ലേഖനത്തിന് പൗലോസിൻ്റെ ലേഖനങ്ങളോടുള്ള സാമ്യവും വ്യത്യാസവും അപ്പൊല്ലോസിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചാൽ വിശദീകരിക്കാനാവും എന്ന് ഈ വാദത്തെ അനുകൂലിക്കുന്നവർ പറയുന്നുമുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ കർത്താവായി മറ്റു പല പേരുകളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. തെർത്തുല്യൻ ബർണബാസിനെ ലേഖനകർത്താവായി പറയുന്നു. ഒരു ലേവ്യൻ എന്ന നിലയ്ക്ക് ദൈവാലയത്തിലെ കർമാനുഷ്ഠാനങ്ങളുമായി ബർണബാസിന് അടുത്ത പരിചയമുണ്ടെന്നുള്ളതാണ് ഈ വാദത്തിന് അടിസ്ഥാനം. ബർണബാസ് പ്രബോധനപുത്രനാണ്. അപ്പോസ്തലപ്രവൃത്തി 4:36. എബ്രായ ലേഖനം പ്രബോധനവാക്യമാണ്. എബ്രായ ലേഖനം 13:22. ഇതിൽ ഒരു വിചിത്രമായ സമാന്തരത ദൃശ്യമാണ്. ഇതുപോലൊരു രചനയ്ക്ക് കഴിവുറ്റവനാണ് ബർണബാസെങ്കിലും അത് തെളിയിക്കാനുള്ള സാമഗ്രികൾ ലഭ്യമല്ല. ഒറിജിൻ്റെ കാലത്ത് ചിലർ ലേഖന കർത്തൃത്വം ലൂക്കോസിൽ ആരോപിച്ചു. പൗലോസ് എബ്രായയിൽ എഴുതിയ മൂലഗ്രന്ഥത്തെ ലൂക്കോസ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തതായി അലക്സാണ്ട്രിയയിലെ ക്ലെമൻ്റ് കരുതി. ലൂക്കോസിൻ്റെ എഴുത്തുമായി എബ്രായ ലേഖനത്തിനുള്ള സാഹിത്യപരമായ സാധർമ്മ്യങ്ങളാണ് പ്രധാന തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളിലെ സ്തെഫാനോസിൻ്റെ പ്രസംഗവും എബ്രായ ലേഖനവും എബ്രായ ചരിത്രത്തെ പുനരവലോകനം ചെയ്യുന്നുണ്ട്. അബ്രഹാമിൻ്റെ വിളിയും അബ്രഹാം ദേശം കൈവശമാക്കാതിരുന്നതും രണ്ടിലും ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. ദൈവകൽപ്പിതമായ കൂടാരവും ദൂതന്മാരിലൂടെ ന്യായപ്രമാണം ഏൽപ്പിക്കപ്പെട്ടതും രണ്ടിലും പറയുന്നുണ്ട്. പക്ഷേ ഈ താരതമ്യം അസ്ഥാനത്താണ്. കാരണം സ്തെഫാനോസിൻ്റെ പ്രസംഗവും ലൂക്കോസ് രചിച്ചതാണെന്ന് സമ്മതിക്കേണ്ടി വരും. ക്ലെമൻ്റിൻ്റെ ലേഖനത്തിനും എബ്രായ ലേഖനത്തിനും തമ്മിലുള്ള സാദൃശ്യം ക്ലെമൻ്റിനെ എബ്രായ ലേഖനകർത്താവാക്കുവാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിച്ചു.
ക്ലെമന്റിനെ വിവർത്തകനായി കരുതുന്നവരുമുണ്ട്. രസകരമായ 2 പുതിയ അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, പൗലോസിനോട് ബന്ധപ്പെട്ടതിന് ശേഷം കൈസരിയിൽ വെച്ച് ഫിലിപ്പോസ് ഈ ലേഖനം എഴുതി യെരുശലേം സഭയ്ക്ക് അയച്ചു കൊടുത്തു എന്നതാണ് റാംസയുടെ അഭിപ്രായം. 2, പ്രിസ്കില്ലയും അക്വിലാസും കൂടി എബ്രായ ലേഖനം എഴുതിയെന്നാണ് ഹർനാക്കിൻ്റെ അഭിപ്രായം. ഈ 2 അഭിപ്രായങ്ങൾക്കും ഊഹങ്ങൾ എന്നതിൽ കവിഞ്ഞ് ആരും വില കൽപ്പിക്കുന്നില്ല. എബ്രായ ലേഖനകർത്താവ് ആരെന്നതിനെക്കുറിച്ച് ഒറിജൻ്റെ അഭിപ്രായം ഏറ്റുപറയുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. എബ്രായ ലേഖനത്തിൻ്റെ കാലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ലേഖനത്തിൻ്റെ കാലം നിർണ്ണയിക്കുന്നതിന് സഹായകമായ വിവരങ്ങൾ വളരെ വിരളവുമാണ്. ക്ലെമന്റ് എബ്രായ ലേഖനം ഉദ്ധരിക്കുന്നത് കൊണ്ട് ഏതാണ്ട് AD 95 അദ്ദേഹത്തിൻ്റെ കാലത്തിനടുപ്പിച്ച് ഈ ലേഖനം രചിച്ചിരിക്കണം. യെരുശലേമിൻ്റെ പതനം സൂചിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ AD 70 മുൻപായിരിക്കണം രചനാകാലം. സഭാസംബന്ധമായ ചുറ്റുപാടും നേരത്തെയുള്ള കാലത്തെ പിന്താങ്ങുകയാണ്. സഭയിൽ അധ്യക്ഷത ചെയ്യുന്നവരെ നടത്തുന്നവർ എന്ന് അവ്യക്തമായാണ് വിളിച്ചിട്ടുള്ളത്. എബ്രായ ലേഖനം 13:7-17 പീഡനത്തിൻ്റെ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. നീറോയുടെ കാലത്തുള്ള പീഡനമാണ് സൂചിതമെങ്കിൽ ഈ ലേഖനത്തിൻ്റെ രചനാകാലം AD 67-68 കാലയളവായിരിക്കണം. ഗ്രന്ഥകാരൻ പൗലോസിൻ്റെ ലേഖനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ധാരണയിൽ AD 80-90 ഇടയ്ക്കാണ് രചനാകാലമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ ആ വാദത്തിന് പ്രാധാന്യം നൽകേണ്ടതില്ല. ഇനി നമുക്ക് എബ്രായ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യവും അനുവാചകരെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. ലേഖനത്തിൻ്റെ ആരംഭവാക്യത്തിൽ വായനക്കാരെയോ അവരുടെ സ്ഥലത്തെയോ തിരിച്ചറിയുന്നതിന് സഹായകമായ യാതൊരു സൂചനയും കാണുന്നില്ല. ശീർഷകത്തിൽ എബ്രായർക്ക് എന്ന് പറയുന്നുണ്ട്. മൂലഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ല എങ്കിലും ഒരു മൗലികമായ പാരമ്പര്യത്തെ അത് സൂചിപ്പിക്കുകയായിരിക്കണം. അനുവാചകർ യഹൂദ ക്രിസ്ത്യാനികളായിരിക്കണം. ആധുനിക കാലത്ത് ഈ വാദത്തിന് പിൻബലം ലഭിച്ചുവെങ്കിലും ശീർഷകം ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുള്ള ഒരു നിഗമനം മാത്രമാണെന്ന ചിന്തയ്ക്കാണ് പ്രാബല്യം ലഭിച്ചിട്ടുള്ളത്. ഇത് പുറജാതിയിൽപ്പെട്ടവർക്ക് എഴുതപ്പെട്ട ലേഖനമാണെന്ന ധാരണയും ചിലർക്കുണ്ട്. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനത്തിൽ നിന്നും അധികമായി ഉദ്ധരിച്ചിട്ടുള്ളത് ഈ ധാരണയെ ബലപ്പെടുത്തുന്നു. വിജാതീയ ലോകത്തിന് ക്രിസ്തു മാർഗത്തിൻ്റെ വൈശിഷ്ട്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ലക്ഷ്യം. കൊലോസ്യ ലേഖനത്തിൽ ഖണ്ഡിച്ചിട്ടുള്ളതിന് സമാനമായ പാഷാണ്ഡതയ്ക്കെതിരെയാണ് ഈ ലേഖനവും രചിക്കപ്പെട്ടതെന്ന് കരുതുന്നവരുണ്ട്. വളർന്നു വന്ന ദൈവദൂതാരാധനാ പ്രവണതയ്ക്ക് മറുപടിയാണ് ക്രിസ്തുവിന് ദൂതന്മാരെക്കാൾ വൈശിഷ്ട്യം ആരോപിച്ചുകൊണ്ടുള്ള എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ 4-14 വരെയുള്ള വേദഭാഗങ്ങൾ. കൊലോസ്യ ലേഖനം 2:18 അത് പറഞ്ഞിരിക്കുന്നത്. മധ്യസ്ഥന്മാരെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആശ്രയിക്കുന്ന 2 പ്രവണതകൾക്കെതിരെ അപ്പൊല്ലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്നാണ് മാർസിയോൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെയൊരു പശ്ചാത്തലം കൊലോസ്യയിൽ ഉണ്ടായിരുന്നതുപോലെ എബ്രായ ലേഖനത്തിൻ്റെ പിന്നിൽ ഇല്ല. അനുവാചകർ യഹൂദ ക്രിസ്ത്യാനികളാണെന്ന വിവക്ഷണമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ മടങ്ങി യഹൂദ മതത്തിലേക്ക് പോകുന്ന വിശ്വാസത്യാഗത്തിനെതിരെ താക്കീത് നൽകുകയാണ് ലേഖനം. 6-10 അധ്യായങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. ഈ വിശ്വാസത്യാഗികൾ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവരാണ്. എബ്രായ ലേഖനം 6:6, 10:29. ഇവർ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. 6:4-5 വാക്യങ്ങൾ. തങ്ങളുടെ പൂർവ്വ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അവർ ക്രിസ്തീയ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നു. പഴയ നിയമ ആചാരങ്ങളെക്കാൾ ക്രിസ്തു മാർഗത്തിൻ്റെ വൈശിഷ്ട്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികളായിരിക്കണം നിർദ്ദിഷ്ടർ. ഈ യഹൂദ ക്രിസ്ത്യാനികൾ ആര് എന്നതിനെക്കുറിച്ച് 3 അഭിപ്രായങ്ങളുണ്ട്. 1, എല്ലാ യഹൂദ്യ ക്രിസ്ത്യാനികളും. 2, ഉപദേഷ്ടാക്കന്മാരായിരിക്കുവാൻ യോഗ്യതയുള്ള ക്രിസ്ത്യാനികൾ. എബ്രായ ലേഖനം 5:12.
എന്നാൽ അവർ ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നില്ല. 3. മാനസാന്തരപ്പെട്ട യഹൂദ്യ പുരോഹിതന്മാർ. ഇവയിൽ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ഒരു പ്രത്യേക ചരിത്ര സന്ദർഭം എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ട്. സഭയുടെ പൊതുശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗണമാണ് അനുവാചകർ. 5:12. ആശയവും ഒരഭ്യസ്ത ഗണത്തെ ലക്ഷ്യമാക്കുന്നുണ്ട്. ഈ ഗണം പ്രാദേശിക സഭയിൽ തന്നെയുള്ളതാണ്. എന്നാൽ ഏത് സ്ഥലത്തുള്ളവരാണ് അവർ എന്നതിനെക്കുറിച്ചും അഭിപ്രായ ഐക്യമില്ല. ഈ പ്രശ്നത്തിന് ഉത്തരം ഭാഗികമായി എഴുത്തുകാരനെക്കുറിച്ചുള്ള ധാരണയുമായി ബന്ധപ്പെട്ടതാണ്. ബർണബാസിനെ എഴുത്തുകാരനായി കരുതുന്നവർ പലസ്തീനിലെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് എഴുതിയെന്ന് കരുതുന്നു. എബ്രായർ 13:24 അവ്യക്ത സൂചന ഇത്തല്യക്കാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്നത് റോമാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. മാത്രവുമല്ല, ഈ ലേഖനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആദിമരേഖ റോമിലെ ക്ലമൻറ്റിൻ്റെ ലേഖനമാണ്. ലേഖനത്തിൻ്റെ അനുവാചകർ മതപരിവർത്തനം ചെയ്ത പുരോഹിതന്മാരാണെന്ന് വാദിക്കുന്നവർ അവരുടെ സ്ഥാനം യെരുശലേമാണെന്ന് വ്യക്തമാക്കുന്നു. അവർ യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ടവരുമാണ്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെയുള്ള അനേകം പേർ ക്രിസ്തുമതം സ്വീകരിച്ചതായി അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാം. എന്നാൽ അങ്ങനെയൊരു പുരോഹിത സമൂഹത്തിൻ്റെ അസ്തിത്വം സംശയാസ്പദവുമാണ്. പക്ഷേ ലേഖനം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വത്തിന് തെളിവ് നൽകുന്നു. ഈ വാദത്തിനെതിരെ കാട്ടാവുന്ന തെളിവുകളൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇനി നമുക്ക് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും വിഭിന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. 1. പഴയ നിയമം. ലേഖനത്തിൻ്റെ പ്രമേയം മുഴുവൻ പഴയ നിയമ ചരിത്രത്തെയും ആചാരങ്ങളെയും കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ലേഖനത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം അസന്നിഗ്ധമാണ്. പഴയ നിയമത്തോട് അമിതമായ ആദരവ് ഗ്രന്ഥകർത്താവിനുണ്ട്. തന്മൂലം സെപ്റ്റുവജൻ്റിൽ നിന്ന് തന്നെയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. പഴയ ക്രമത്തിലുള്ളതെല്ലാം ക്രിസ്തുവിൽ നിറവേറി എന്നതിന് അധികം ഊന്നൽ നൽകുന്നു. 2. ഫിലോന്യ ചിന്ത. ഫിലോനിസം. എബ്രായ ലേഖനകാരൻ ഫിലോയുടെ ചിന്തയിൽ അവഗാഹം നേടിയിരുന്നു എന്നും ഫിലോയുടെ ദാർശനികവും അന്യാപദേശപരവുമായ വ്യാഖ്യാന രീതി മനസ്സിലാക്കാതെ എബ്രായ ലേഖനം ശരിക്കു മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്നും ഒരു ചിന്താഗതി 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുണ്ടായി. ഫിലോയ്ക്കും എബ്രായ ലേഖനത്തിനും തമ്മിലുള്ള ചില സാദൃശ്യങ്ങൾ നിഷേധിക്കാനാവില്ല. സ്വർഗം വാസ്തവമാണെന്നും ഭൂമിക്ക് വെറും നിഴലുകളുടെ സ്ഥാനമേ ഉള്ളൂ എന്നും ഉള്ള ധാരണയും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വൈരുദ്ധ്യവും ഫിലോയുടെ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. പല പദങ്ങളും ശൈലികളും രണ്ടെഴുത്തുകാരിലും ഒരുപോലെ കാണുന്നുണ്ട്. ഇവയിൽ ചിലത് എബ്രായ ലേഖനത്തിലൊഴികെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും കാണുന്നില്ല. ഫിലോയുടെ ചിന്താഗതിയിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടവനാണ് എബ്രായ ലേഖനകാരൻ എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ കാതലായ പ്രശ്നങ്ങളിൽ ഇരുവരും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. 1. എബ്രായ ലേഖനകാരൻ്റെ വ്യാഖ്യാന മാർഗം ഫിലോയുടേതല്ല, എബ്രായ റബ്ബിമാരുടേതാണ്. 2. എബ്രായ ലേഖനകാരന് ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണ ഫിലോയുടേതുപോലെ അന്യാപദേശപരമല്ല. 3. എബ്രായ ലേഖനകാരൻ്റെ മഹാപുരോഹിതനായ ക്രിസ്തുവും ഫിലോയുടെ ലോഗോസ് സിദ്ധാന്തവും തമ്മിൽ ബന്ധമില്ല. ചില സ്ഥാനങ്ങളിൽ ഫിലോയുടെ ഭാഷയും ആശയവും പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും മുഖ്യമായ ഉപദേശങ്ങളിൽ അതിൻ്റെ യാതൊരു സ്വാധീനവുമില്ല. 3. ആദിമ പാരമ്പര്യം. എബ്രായ ലേഖനത്തിൻ്റെ അടിവേരുകൾ ആരായുമ്പോൾ 3 കാര്യങ്ങൾ മുമ്പിൽ വരുന്നു. 1. ആദിമ ക്രിസ്തീയ ചിന്തയിൽ നിന്നുള്ള സ്വാഭാവിക വികാസമാണ് എബ്രായ ലേഖനം. 2. പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും ദൈവശാസ്ത്രത്തോട് അതിന് ബന്ധമുണ്ട്. 3. ഒന്നിനോടും ബന്ധപ്പെടാതെ എബ്രായ ലേഖനം തനിയെ നിൽക്കുന്നു. പഴയ പുതിയ നിയമങ്ങൾക്ക് തമ്മിലുള്ള നൈരന്തര്യം, യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിലുള്ള ഊന്നൽ, ക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള വ്യാഖ്യാനം, വർത്തമാനകാലത്തെയും യുഗാന്ത്യത്തെയും കുറിച്ചുള്ള ധാരണകൾ എന്നിവ ആദിമ ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്.
ഈ ലേഖനത്തിൻ്റെ കേന്ദ്ര വിഷയം ആദിമസഭയുടെ പ്രസംഗത്തിലും ഉപദേശത്തിലും രൂഢമൂലമായതാണ്. എന്നാൽ അതിനോട് ചില പുതിയ അംശങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ക്രിസ്തുവിൻ്റെ സിംഹാസനാരോഹണവും സ്വർഗീയ മഹാപൗരോഹിത്യവും ആണ് ആ വിഷയങ്ങൾ. ആദിമ ക്രൈസ്തവ പാരമ്പര്യത്തിന് അന്യമായതൊന്നും ഈ ലേഖനത്തിൽ ഇല്ലതാനും. 4. പൗലോസിൻ്റെ ചിന്ത. എബ്രായ ലേഖനത്തിൻ്റെ കർത്തൃത്വം പൗലോസിൽ നിന്നും മാറ്റുമ്പോൾ ഈ ലേഖനത്തിൽ പൗലോസിൻ്റെ പ്രഭാവവും പ്രേരണയും ചർച്ചാ വിഷയമായി തീരുന്നു. പൗലോസിനും എബ്രായ ലേഖനത്തിനും തമ്മിൽ കാതലായ ബന്ധവുമുണ്ട്. എന്നാൽ പൗലോസിൻ്റെ അനുഭവത്തിൽ വ്യക്തമായുണ്ടായിരുന്ന ന്യായപ്രമാണത്തോടുള്ള പോരാട്ടം എബ്രായ ലേഖനത്തിലില്ല. 5. യോഹന്നാൻ്റെ ചിന്ത. യോഹന്നാൻ്റെ ലേഖനങ്ങളും എബ്രായ ലേഖനവും തമ്മിലുള്ള ബന്ധം അവയുടെ കാലനിർണയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദൈവശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ പൗലോസിനും യോഹന്നാനും മധ്യേയാണ് എബ്രായ ലേഖനം എന്ന് പറയാറുണ്ട്. വൈരുദ്ധ്യ സമാന്തരങ്ങളുടെ പൊതുവെയുള്ള പ്രയോഗം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ വേലയെക്കുറിച്ചുള്ള സമാനമായ ധാരണ, ഇടയൻ എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വർണ്ണന, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേല എന്നിവ രണ്ടിലും സമാനങ്ങളാണ്. ഈ ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ക്രിസ്തുമാർഗം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ് എന്ന് തെളിയിക്കുകയാണ് എബ്രായ ലേഖനകാരൻ. ആ നിലയ്ക്ക് ക്രിസ്തുമാർഗം എല്ലാ മതങ്ങളെയും അതിശയിപ്പിക്കുന്നു. അതിലെ രക്ഷയും വീണ്ടെടുപ്പും അവകാശവും നിയമങ്ങളും എല്ലാം നിത്യമാണ്. എബ്രായ ലേഖനം 5:9, 9:12, 15, 13:20. ക്രിസ്തു സ്വയം അർപ്പിച്ചത് നിത്യാത്മാവിനാലാണ്. 9:14. ക്രിസ്തുമാർഗത്തിൻ്റെ സമ്പൂർണതയും ചിരന്തന സ്വഭാവവും ലേഖനം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവം ജീവനുള്ള ദൈവമാണ്. 3-ാം അധ്യായം 12-ാം വാക്യം, 9:14, 10:39, 12:22 എന്നീ വാക്യങ്ങൾ. ജീവനുള്ള ദൈവത്തെ ത്യജിക്കാം, സേവിക്കാം, അവൻ്റെ കയ്യിൽ വീഴാം, അവൻ്റെ നഗരത്തിൽ പ്രവേശിക്കാം. ദൈവം ഉയരത്തിൽ സ്വർഗത്തിൽ ആരൂഢനായിരിക്കുന്നു. 1:3, 8:1. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 12:29. കർത്താവാണ്. 8:2, 11. നീതിമാനായ ദൈവം ശിക്ഷിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. 2:2, 6:7, 10. സമാധാനത്തിൻ്റെ ദൈവം 13:20. സ്നേഹിക്കുന്ന പിതാവാണ്. 12:5, 6 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള 7 പരാമർശങ്ങളെ എബ്രായ ലേഖനത്തിലുള്ളൂ. പഴയ നിയമത്തിൻ്റെ ദൈവശ്വാസീയതയോടുള്ള ബന്ധത്തിൽ 3 പ്രാവശ്യവും ക്രിസ്തുവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ 1 പ്രാവശ്യവും. അത് 9:14 മറ്റു ഭാഗങ്ങൾ 3:7, 9:8, 10:15 വാക്യങ്ങളിലാണ്. വിശ്വാസത്യാഗത്തോടുള്ള ബന്ധത്തിൽ 1 പ്രാവശ്യം 10:29. വിശ്വാസിയോടുള്ള ബന്ധത്തിൽ 2 പ്രാവശ്യവും 2:3, 6:4. എബ്രായ ലേഖനത്തിൽ പിന്നിൽ പരിശുദ്ധാത്മാവും മുന്നിൽ ക്രിസ്തുവുമാണ്. ഇനി നമുക്ക് എബ്രായ ലേഖനത്തിലെ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം നമുക്കൊന്ന് ചിന്തിക്കാം. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തുവിനെ മറ്റ് മധ്യസ്ഥന്മാർ, പ്രവാചകന്മാർ, ദൂതന്മാർ, മോശെ, യോശുവ, അഹരോൻ എന്നിവരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് തെളിയിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം ചിത്രീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുത്രത്വം നിസ്തുലമാണ്. അവൻ സകലത്തിനും അവകാശിയും സൃഷ്ടിക്ക് കാരണഭൂതനുമാണ്. 1-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാണ്. 1:3. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ക്രിസ്തു ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജഡധാരണം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ അവൻ ദൂതന്മാരെക്കാളും താഴ്ച വന്നവനായി. 2:9. മനുഷ്യനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. 2:14. ക്രിസ്തു സഹോദരന്മാരോട് എല്ലാ കാര്യങ്ങളിലും സദൃശനായി തീർന്നു. 2:17. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവന് കഴിവുണ്ട്. 4:15.
ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ വെളിപ്പെടുത്താനുള്ള പശ്ചാത്തലമാണ് ഈ പ്രമേയം. പരീക്ഷകൾ 2:18, 4:5, നിലവിളിയോടുകൂടിയ പ്രാർത്ഥന 5:7, തികഞ്ഞ അനുസരണം 5:8, പഠിപ്പിക്കൽ 2:3, വിരോധ സഹനം 12:3 എന്നിങ്ങനെ എല്ലാ നിലകളിലും ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തെ അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പദവിയാണ് മുഖ്യ വിഷയം. അഹരോന്യ പൗരോഹിത്യം അപര്യാപ്തമായിരുന്നു. അതിനെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ പൗരോഹിത്യത്തോട് തുലനം ചെയ്യുന്നു. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ബലഹീനതയെ വിശദീകരിക്കുന്നതിന് മുൻപ് മൽക്കീസേദെക്കിൻ്റെ ക്രമത്തെക്കുറിച്ച് പറയുന്നു. 5:6, 10, 6:20 മുതൽ 7:19 വരെ. പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും നാം മൽക്കീസേദെക്കിനെ കാണുന്നില്ല. ഒരു ഉന്നത പൗരോഹിത്യ ക്രമത്തെക്കുറിച്ചുള്ള ധാരണ ഗ്രന്ഥകാരന് ലഭിച്ചത് 110 സങ്കീർത്തനത്തിൽ നിന്നുമാകാം. ഫിലോ മൽക്കീസേദെക്കിനെ ലോഗോസിനോട് സാത്മീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ പ്രസക്തവുമല്ല. അഹരോന്യ ക്രമത്തേക്കാൾ ഉന്നതമായ ഒന്നാണ് മൽക്കീസേദെക്കിൻ്റെ ക്രമം. അഹരോന്യ ക്രമം അനുസരിച്ചുള്ള പുരോഹിതനല്ലെങ്കിലും ക്രിസ്തു ഒരു പുരോഹിതനാണ്. പുരോഹിതൻ മാത്രമല്ല, രാജാവും. അഹരോന്യ ക്രമത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ മേന്മ വെളിവാക്കുന്നത്. അതിലെ പ്രധാന ഘടകങ്ങൾ: 1. ക്രിസ്തുവിൻ്റെ അർപ്പണം ഒരിക്കൽ എന്നേക്കുമായിരുന്നു 7:27, 9:12, 28, 10:10. 2. ക്രിസ്തു തന്നെ തന്നെയാണ് അർപ്പിച്ചത് 9:14. 3. അർപ്പണത്തിൻ്റെ ആത്മീയ സ്വഭാവം 9:14. 4. തൻ്റെ പൗരോഹിത്യ വേലയുടെ നിത്യമായ ഫലം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ആണ് 9:12. വർഷം തോറും ആവർത്തിക്കുന്ന അഹരോന്യ ക്രമത്തിലുള്ള യാഗവ്യവസ്ഥയ്ക്ക് ഇതിനോട് യാതൊരു സാദൃശ്യവുമില്ല. വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തുമുള്ള ഉപകരണങ്ങളെയും 9:1 ലേഖനകാരൻ പഠന വിധേയമാക്കുകയാണ്. സ്വന്തം രക്തം കൊണ്ട് ക്രിസ്തു പ്രവേശിച്ച സ്വർഗീയ കൂടാരത്തെ ഇതിനോട് സാമ്യപ്പെടുത്തുന്നു. ഇതിൻ്റെ പ്രയുക്തി 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ കാണാൻ കഴിയും. ഈ ലേഖനത്തിലെ പ്രധാന പ്രയോഗങ്ങളിലൊന്നാണ് വിശ്വാസം. 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക നൽകുന്നുണ്ട്. രക്ഷയെ അതിൻ്റെ മാഹാത്മ്യത്തോടു കൂടെ തന്നെ അവതരിപ്പിക്കുന്നു. 2:3. പിശാചിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. 2:14, 15. കൂടാതെ വിശ്വാസികൾ തങ്ങളുടെ അവകാശമായി പ്രവേശിക്കുന്ന സ്വസ്ഥതയായും രക്ഷയെ ചിത്രീകരിക്കുന്നു. 3-ാം അധ്യായം 1 മുതൽ 4:13 വരെ. രക്ഷയുടെ പ്രക്രിയകൾ വിശുദ്ധീകരണം, സമ്പൂർണത എന്നിവയത്രേ. 12:14, 2:11, 10:10, 29, 13:12. 7-ാം അധ്യായം 11-ാം വാക്യം, 11:40, 12:23. എബ്രായ ലേഖനത്തിൻ്റെ ഉള്ളടക്കം കൂടി പറഞ്ഞ് ഈ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. 1-ാമത്തെ ഭാഗം ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. 1-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചാണ് 1-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 13 വരെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 1 മുതൽ 4 വരെ. പഴയ നിയമ വെളിപ്പാടിന് പ്രാതിനിധ്യം വഹിക്കുന്നവരാണ് പ്രവാചകന്മാർ. 2. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 5 മുതൽ 2-ാം അധ്യായം 18 വരെ. ഈ വിഷയം തിരുവെഴുത്തുകളെ ആധാരമാക്കി ചിത്രീകരിക്കുന്നു. തുടർന്ന് കഷ്ടാനുഭവത്തിലൂടെ ക്രിസ്തുവിനെ നേരിട്ട താഴ്ചയും വ്യക്തമാക്കുന്നു. 3. ദൈവിക വെളിപ്പാടിനെ അവഗണിക്കുന്നവർക്കെതിരെയുള്ള മുന്നറിയിപ്പ്. 2-ാം അധ്യായം 1 മുതൽ 4 വരെ. 4. ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. 3-ാം അധ്യായം 1 മുതൽ 6 വരെ. മോശെ ഒരു ഭൃത്യൻ മാത്രമായിരുന്നു. ദൈവപുത്രത്വം ക്രിസ്തുവിനെ ന്യായപ്രമാണ ദാതാവായ മോശയേക്കാൾ ശ്രേഷ്ഠനാക്കുന്നു. 5. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുവാനുള്ള നിർദ്ദേശം. 3-ാം അധ്യായം 7 മുതൽ
19 വരെ. 6. ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. 4 അധ്യായം 1 മുതൽ 10 വരെ. യോശുവ ഇസ്രായേല്യരെ തങ്ങളുടെ അവകാശത്തിലേക്ക് നയിച്ചു. എങ്കിലും ദൈവജനത്തിന് ഒരു മേന്മയേറിയ സ്വസ്ഥത ശേഷിക്കുന്നുണ്ട്. 7. മുന്നറിയിപ്പ്. 4 അധ്യായം 11 മുതൽ 13 വരെ. ഇനിയും ക്രിസ്തുവിൻ്റെ വേലയെക്കുറിച്ചാണ് 4 അധ്യായം 14 മുതൽ 10 അധ്യായം 18 വരെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നു. 1. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ദൈവികമായി നിയമിക്കപ്പെട്ടതാണ്. 4 അധ്യായം 14 മുതൽ 5 അധ്യായം 10 വരെ. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യമായ യോഗ്യതയായി ക്രിസ്തുവിൻ്റെ മനസ്സലിവിന് അഥവാ സഹതാപത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. 2. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. 5 അധ്യായം 11 മുതൽ 7 അധ്യായം 28 വരെ. ഈ പൗരോഹിത്യം നിത്യമാണ്. 7 അധ്യായം 1 മുതൽ 3 വരെ. ലേവ്യ പൗരോഹിത്യത്തിന് മുമ്പുള്ളതും അതിനേക്കാൾ ശ്രേഷ്ഠവുമാണ്. 7 അധ്യായം 4 മുതൽ 10 വരെ. അത് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ അപൂർണതകളെ കാണിക്കുന്നു. 7 അധ്യായം 11 മുതൽ 19 വരെ. മൽക്കീസേദെക്കിൻ്റെ ക്രമത്തിലുള്ള പൗരോഹിത്യത്തിൻ്റെ സമ്പൂർണ്ണ നിറവേറലാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. ആണയാൽ ഉറപ്പിക്കപ്പെട്ട അത് മരണത്താൽ ബാധിക്കപ്പെടുകയോ പാപത്താൽ ഹനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. 7 അധ്യായം 20 മുതൽ 28 വരെ. 3. ഭത്സനം, താക്കീത്, ഉപദേശം, ഉത്ബോധനം. 5 അധ്യായത്തിൻ്റെ 11 മുതൽ 6 അധ്യായത്തിൻ്റെ 8 വരെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പുതിയ നിയമത്തിൽ വരുന്നതാണ്. 8 അധ്യായം 1 മുതൽ 9-10 വരെ. പഴയ ക്രമത്തിലെ ഓരോ അംശത്തിൻ്റെയും പൊരുൾ പുതിയ ക്രമത്തിലുണ്ട്. വിശുദ്ധ മന്ദിരവും ക്രിസ്തുവും. 8 അധ്യായം 1 മുതൽ 6 വരെ. നിയമവും ക്രിസ്തുവും. 8 അധ്യായം 7 മുതൽ 13 വരെ. കൂടാരവും ക്രിസ്തുവും. 9 അധ്യായം 1 മുതൽ 10 വരെ. പാപപരിഹാര ദിവസവും ക്രിസ്തുവും. 9 അധ്യായം 11 മുതൽ 28 വരെ. യാഗങ്ങളും ക്രിസ്തുവും. 10 അധ്യായം 1 മുതൽ 18 വരെ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ക്രിസ്തു ഒരു പുതിയ വിശുദ്ധ മന്ദിരത്തിലേക്കാണ് ശുശ്രൂഷയ്ക്കായി പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതൻ അതിശ്രേഷ്ഠമായ ഒരു യാഗമർപ്പിച്ചു. നിത്യാത്മാവിലൂടെ അർപ്പിച്ച ഈ യാഗം ലേവ്യ യാഗങ്ങളെക്കാൾ ഉത്തമമായി തീർന്നു. 9 അധ്യായം 11 മുതൽ 15 വരെ. ഇനി 10 അധ്യായം 19 മുതൽ 13 അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ പ്രബോധനവും പ്രയുക്തിയുമാണ്. അതിൽ ഒന്നാമത്തേത് മുറുകെ പിടിക്കുന്നതിനുള്ള ഉപദേശം. 10 അധ്യായം 19 മുതൽ 25 വരെ. 2. വിശ്വാസത്യാഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. 10 അധ്യായം 26 മുതൽ 31 വരെ. 3. സഹനത്തിനും സഹിഷ്ണുതയ്ക്കുമുള്ള പ്രശംസയും പ്രോത്സാഹനവും. 10 അധ്യായം 32 മുതൽ 39 വരെ. 4. വിശ്വാസവീരന്മാർ. 11 അധ്യായം 1 മുതൽ 40 വരെ. 5. തൽക്കാല പീഡനങ്ങളെ സംബന്ധിച്ച ഉപദേശങ്ങൾ. 12 അധ്യായം 1 മുതൽ 29 വരെ. ഇപ്പോഴത്തെ കഷ്ടങ്ങൾ ബാലശിക്ഷകളാണ്. 12 അധ്യായം 1 മുതൽ 13 വരെ. ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിൻ്റെ ഉദാഹരണം. 12 അധ്യായം 14 മുതൽ 17 വരെ. 6. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള താരതമ്യം. പുതിയ നിയമത്തിൻ്റെ വൈശിഷ്ട്യം വ്യക്തമാക്കുന്നു. 12 അധ്യായം 18 മുതൽ 25 വരെ. 7. ഭയനിർദ്ദേശവും ഉപദേശവും. 12 അധ്യായം 25 മുതൽ 29 വരെ. 8. ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങൾ. 13 അധ്യായം 1 മുതൽ 25 വരെ. അതിൽ ഒന്നാമത്തേത് വിശ്വാസിയുടെ സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ. 13 അധ്യായം 1 മുതൽ 8 വരെ. രണ്ടാമത്തേത് ഒടുവിലത്തെ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും. 13 അധ്യായം 9 മുതൽ 19 വരെ. ഒടുവിൽ ഉപസംഹാരം. 13 അധ്യായം 20 മുതൽ 25 വരെ.